ശബരിമലയിൽ 1.5 കോടിയുടെ പാത്രം അഴിമതി നടന്നു എന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ 1.5 കോടിയുടെ പാത്രം വാങ്ങിയെന്ന വ്യാജ രേഖകൾ വിജിലൻസ് കണ്ടെത്തി. എന്നാൽ പാത്രങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അന്വേഷണ സംഘം ഇക്കാര്യവും പരിശോധിക്കും. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, ശബരിമലയിൽ നിന്നും പോയതിന്റെ കണക്കെടുപ്പ് തുടരുകയാണ്. ഇപ്പോഴും ഈ നമ്മൾ കണ്ടതിലും അപ്പുറം അവിടെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. പലതും കാണാതെ പോയിട്ടുണ്ടെന്നാണ് വിവരങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, വലിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ആണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെങ്കിലും വലിയ ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട്. അതായത് ശബരിമല സന്നിധാനത്തേക്ക് 1.5 കോടി രൂപയുടെ പാത്രങ്ങൾ വാങ്ങി എന്ന വ്യാജരേഖകൾ വിജിലൻസിന് ലഭിച്ചു. പക്ഷേ പാത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ പാത്രങ്ങളെ അവിടെ ഇല്ല. അതായത് വ്യാജ ബില്ലുണ്ടാക്കി 1.5 കോടി രൂപയാണ് ഈ സമയത്ത്, അതായത് ഈ കാലയളവ് സംബന്ധിച്ച് ചെറിയൊരു വ്യക്തത കൂടെ സ്ഥിരീകരണം കൂടെ നമുക്ക് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാലം പറയാത്തത്. പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ എന്നാണ്, അതായത് 2019, അതായത് ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉള്ള ഘട്ടത്തിൽ തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ശബരിമലയിൽ 1.5 കോടി രൂപയുടെ വ്യാജ ബില്ലുകൾ ഹാജരാക്കി പാത്രം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 1.5 കോടി രൂപ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തിരിക്കുന്നു എന്നതിന്റെ രേഖ സഹിതമാണ് ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യവും അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.